ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മാസം 4-ാം തീയതി ചൊവ്വാഴ്ച പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാകെ പങ്കെടുക്കുന്ന ഒരു മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ കഴിഞ്ഞ ബജറ്റിൽ ആ ബജറ്റിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് സാധാരണഗതിയിൽ ബജറ്റുകളിലെല്ലാം ഉണ്ടാവാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ബജറ്റിൻ്റെ ഭാഗമായി നെല്ലായ പഞ്ചായത്തിൻ്റെ തന്നെ ഏതാണ്ട് 32 ലക്ഷത്തോളം രൂപ അന്യായമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നെല്ലായ പഞ്ചായത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിക്കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ മുദ്രാവാക്യം അതാണ്. പിന്നീട് സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് അപേക്ഷിച്ച് 1-2 ഗഡുക്കൾ കിട്ടിയ നിരവധി ആളുകൾ നെല്ലായ പഞ്ചായത്തിൽ ഉൾപ്പെടെയുണ്ട്. അവർക്ക് ഇനി തുടർന്ന് ആനുകൂല്യം കിട്ടുമോ എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയും ഈ ഗവൺമെൻറ് പറയുന്നില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്നത്. ആ ആവശ്യം ഉന്നയിച്ചും ഞങ്ങൾ ഈ സമരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ തെരുവ് നായശല്യം രൂക്ഷമാണ്. വൃദ്ധരും അതുപോലെ തന്നെ ചെറിയ കുട്ടികളും ഒക്കെയായി വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ കേസുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏറ്റവും അവസാനമുള്ള കോടതി ഉത്തരവുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ വന്ന. ആ ഉത്തരവ് പോലും നടപ്പിലാക്കാതെ ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഒളിച്ചോടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് നെല്ലായ. അതുകൊണ്ട് തന്നെ ആ വിഷയവും ഈ സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തി കാണിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 2025-26 സാമ്പത്തിക വർഷത്തിൽ ആ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള നിരവധി വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ തുടർച്ചയുണ്ട്. ഈ സാമ്പത്തിക വർഷം കൂടി കൊടുക്കേണ്ടത് ഈ മാർച്ചിൽ അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ അവർക്കൊന്നും ഒരു തരത്തിലുമുള്ള ആനുകൂല്യം ഈ 7-8 മാസത്തോളമായി കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ജനറൽ വീട് റിപ്പയർ, പട്ടികജാതി റിപ്പയർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പ്, ഫർണിച്ചർ, പഠനമുറി, കർഷകരുടെ വിത്ത് ഉടവുകൂലി ഉൾപ്പെടെയുള്ള അവരുടെ കാര്യങ്ങൾ, ക്ഷീര കർഷകരുടെ പാലിന് സബ്സിഡി, കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അങ്ങനെ നെല്ലായ പഞ്ചായത്തിലെ 100 കണക്കിന് ഗുണഭോക്താക്കൾ എന്ന് അവർക്ക് കിട്ടേണ്ട ഈ വിഹിതം കിട്ടും എന്നതിനെ സംബന്ധിച്ച് അവർ ഞങ്ങളൊക്കെയായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തടഞ്ഞു വച്ച വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉടനെ വിതരണം ചെയ്യണമെന്നും ഞങ്ങൾ ഈ മാർച്ചിൻ്റെയും ധർണയുടെയും ഭാഗമായി മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. മാധ്യമങ്ങൾ അത് വളരെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. കരാറിൻ്റെയും അതുപോലെ തന്നെ കൊട്ടേഷൻ്റെയും ഒക്കെ മറവിൽ സ്വന്തക്കാർക്ക് വേണ്ടി പഞ്ചായത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രവണതയൊക്കെ നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ മാർച്ചിൻ്റെ ഭാഗമായി ജനങ്ങളോട് ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഈ മാർച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും നിങ്ങളുടെ കൂടി ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.